ഹലോ മച്ചന്മാരെ, നമ്മളിന്ന് എത്തിയിരിക്കുന്ന കൊല്ലം ചിന്നക്കടയിൽ വരുന്ന മാർക്കറ്റ് റോഡിലെ ഫയൽവാൻ ഹോട്ടലിലാണ്. മട്ടന് പേര് കേട്ട ഹോട്ടലാണ് കേരളത്തിലെ. അപ്പോൾ ഇതാണ് അവരുടെ ഇന്റീരിയർ ലുക്ക് വരുന്നത്. ഇതിപ്പോൾ 2015 റെനോവേറ്റ് ചെയ്തതാണ്. 1940 ഷോപ്പ് സ്റ്റാർട്ടായത്. റിസലർ ആയിരുന്ന ഒരാളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് അവരുടെ വിലപ്പട്ടിക. അത്യാവശ്യം നല്ല റേറ്റും കുറവാണ് കേട്ടോ, ഓവർ പ്രൈസ്ഡ് അല്ല. പിന്നെ ഇത് കണ്ടില്ലേ, അവിടെ ഗോലി സോഡകൾ പല ഫ്ലേവറിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ബിരിയാണി. അവരുടെ ബിരിയാണിയുടെ കൂടെ സലാഡ്, അച്ചാറ്, പപ്പടം, അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു വെറൈറ്റി ചമ്മന്തിയും കൂടെ ഉണ്ട്. നമ്മൾ പാരഗണിൽ പോയ ബിരിയാണിക്ക് ഒരു ചമ്മന്തി കിട്ടൂലേ, ആ ചട്നിയുടെ അതേ സെറ്റപ്പ് ആണ് ഇവിടെയും ഈ ബിരിയാണിയോട് അത് കോംബോ ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ഓർഡർ ആക്കിയത് അവരുടെ മട്ടൻ ബിരിയാണി ആയിരുന്നു. മട്ടൻ ബിരിയാണി ഫേമസ് ആയതുകൊണ്ടാണ് അത് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ കൂടെ മട്ടൻ ചാപ്സും ഒക്കെ ഫേമസ് ആണ്. പക്ഷേ നമ്മൾ മട്ടൻ ബിരിയാണി ഇപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ട് അത് ട്രൈ ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. റൈസ് കഴിക്കാൻ ബിരിയാണിയുടെ റൈസിന്റെ ഫ്ലേവർ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അത് ട്രൈ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്, ടെൻഡറാണ് മട്ടനൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും റൈസ് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അപ്പോൾ റൈസ് കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇഷ്ടപ്പെട്ടതിന്റെ മെയിൻ കാര്യം ചൂടുണ്ട് റൈസ് ഒന്നാമത്തേന്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സാധനം നല്ല ഫ്ലേവർ ഉണ്ട്. ചില സ്ഥലത്ത് പോയാൽ നമുക്ക് ഫ്ലേവർ ചിലപ്പോൾ കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. അത് എന്തുകൊണ്ടെന്ന് അറിയില്ല. അത് കറക്റ്റ് അവർ പ്രോപ്പർ ദം ഇടാത്തോണ്ടോ അല്ലെങ്കിൽ മസാല കറക്റ്റ് മിക്സ് ആവാത്തോണ്ടോ ആയിരിക്കും നമുക്ക് എടുക്കുന്നതിൽ. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷെ ഇതെന്തായാലും അങ്ങനെയല്ലായിരുന്നു. നല്ല പീസ് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് പീസാണ് കേട്ടോ. നല്ലൊരു കുക്കായി കറക്റ്റ് കുക്കായിട്ടിരിക്കുന്ന സോഫ്റ്റ് പീസാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇതൊരു വരുന്നവരൊക്കെ കയറി ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ സൈഡുകൾ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. ആദ്യം കുറച്ച് ചമ്മന്തി, സലാഡ്, പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് പപ്പടവും കൂടി പൊടിച്ച് വെച്ചിട്ട് നമ്മളെ മട്ടൻ്റെ ഒരു പീസും കൂടി വെക്കണം കേട്ടോ. പീസും കൂടി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സംഭവം അടിപൊളിയായിരിക്കും എന്ന് എന്തായാലും എനിക്കറിയാം. കാരണം നല്ല ചൂടുള്ള സാധനത്തിൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എനിക്കറിയാം. സംഭവം കഴിച്ചു നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനും കൂടിയാണ്. ഞാൻ ഇതുവരെ ചമ്മന്തിയും ഇതും കൂടി ഇങ്ങനെ കഴിച്ചിട്ടില്ല മട്ടൻ ബിരിയാണി. ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഒരു ഫ്ലേവർ, ഇങ്ങനെ ഒരു ടേസ്റ്റ് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ മട്ടൻ ബിരിയാണി ഞാൻ ചമ്മന്തിയും കൂട്ടി കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ സംഭവം കൊള്ളാം. പിന്നെ അതിനോട് കിട്ടിയ പീസ് നഷ്ടമൊന്നുമില്ല കേട്ടോ. കാരണം നഷ്ടമില്ലെന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പീസാണ്. നമുക്കിതിൽ ബോണെന്ന് പറയാൻ അങ്ങനെ ഇല്ല. ബോണുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് അതിനനുസരിച്ച് പീസും കിട്ടുന്നുണ്ട്. 250 റുപ്പിക്ക് അത് വെർത്താണ്. ഇതിനോട് കഴിക്കത്തക്ക രീതിയിൽ നമുക്ക് ഫുള്ള് ഈ റൈസ് മൊത്തം കഴിക്കത്തക്ക രീതിയിൽ ഉള്ള പീസ് ഉണ്ടായിരുന്നു. മസാലയും ഉണ്ട് അത്യാവശ്യം നല്ലവരെ. പിന്നെ ഇവിടെ സ്റ്റാഫുകളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി സ്റ്റാഫുകളാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ വരുന്നവർ കയറുക, കഴിക്കുക. കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ട ഗോലി സോഡയും കൂടി മേടിച്ച് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അതും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നല്ല ബിരിയാണി തന്നതിന് നന്ദി. ടാറ്റ, ബൈ ബൈ, സി യു. പുതിയൊരു വീഡിയോ ഇട്ട് വേറെ ദിവസം കാണാം.